വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ലേറ്റായിട്ട് എഴുന്നേക്കുക എന്നുള്ളത് റുട്ടീനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം വീക്ക് ഡേയ്സ് ഫുൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ആ യുദ്ധം നടക്കുന്നത് കാരണം ആകെ 2 ദിവസമല്ലേ ഉള്ളൂ. അത് നമുക്ക് പയ്യെ എഴുന്നേറ്റ് എൻജോയ് ചെയ്യാം. അങ്ങനെ മസാല ദോശയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല, ലേറ്റായത് കാരണം. അപ്പോഴാണ് തുടരും മൂവി വന്നു എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അതിനുശേഷം മോൾക്ക് കരിക്ക് കാണുമെന്ന് പറഞ്ഞു. നമ്മുടെ വെബ് സീരീസ്, അവരുടെ ഒരു ലേറ്റസ്റ്റ് വെബ് സീരീസ് ആയിട്ടുള്ള സംതിങ് ഫിഷ് വന്നിട്ടുണ്ട്, മോൾക്കത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ മോൾ അതിരുന്ന് കണ്ടു. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത്, അയ്യോ എനിക്ക് ഓഫീസിലെ വർക്ക് പെൻഡിങ് ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തു. അതായത് കരിക്ക് കണ്ടുകൊണ്ടിരുന്നു പണിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ യൂഷ്വലി മെയിൻ ടാസ്ക്, അതായത് നമ്മുടെ പ്രയോറിറ്റി ബേസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടാസ്ക് നമ്മൾ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ലെസ് പ്രയോറിറ്റി ആയിട്ടുള്ള കംപ്ലീറ്റ് ടാസ്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ ഞാൻ വീക്കെൻഡ്സിലായിരിക്കും യൂഷ്വലി ചെയ്യാറ്. കാരണം അല്ലെങ്കിൽ നമുക്കത് ക്ലാഷ് ആവും. അങ്ങനെ ലാപ്ടോപ്പിൽ മുന്നിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് നോക്കി ഇത് നോക്കി ഫുള്ള് ആ വർക്ക് ചെയ്ത് ഈ വർക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോവും. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് വിശപ്പടിച്ചത്. കാരണം സൈഡ് ആയതുകൊണ്ട് ഓൾറെഡി ഫിക്സ് ചെയ്തിരുന്നു പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരെ ഞങ്ങൾ സഹാറ സെൻറ്ററിൽ പോയി. ഹസ്ബൻഡും മോളും റാമൻ കഴിച്ചു. ഞാൻ ഷവർമ ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചു. അത് കഴിയുമ്പോൾ മോൾക്കാണെങ്കിൽ ഒരു ഡ്രിങ്ക്, ബൂബ എന്നുള്ള ഡ്രിങ്ക് കുടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കും, കുട്ടികൾക്ക് ഇതെല്ലാത്തിനെ കുറിച്ചും ഭയങ്കര നോളജ് ഉണ്ട്. കുറേ നാളായിട്ട് മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവർക്ക് എല്ലാത്തിൻ്റെയും ഫ്ലേവേഴ്സും എല്ലാം അറിയാം. കാരണം ഞങ്ങളിത് അധികം വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഇതെല്ലാത്തിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും ഔട്ട്ഡേറ്റഡ് ആണല്ലോ, പല കാര്യങ്ങളെക്കുറിച്ചും ധാരണയൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സഹാറ സെൻറ്ററിൽ നേരെ വീട്ടിലോട്ട്. അങ്ങനെയായിരുന്നു എൻ്റെ വീക്കെൻഡ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ബൈ.